ഒരു 2-3 ആഴ്ച ആരും അറിഞ്ഞില്ല കല്യാണം കഴിഞ്ഞത്. നമുക്കൊക്കെ അന്ന് അങ്ങനെ ഒരു ഹണിമൂൺ എന്ന് പറയുന്ന സംഭവം വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ല. അവിടെയാണ് ഞാൻ സുകുമാരൻ എന്ന വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ദീർഘവീക്ഷണം എന്തുമാത്രം ഉണ്ട്, ജീവിതം എങ്ങനെ അദ്ദേഹം കാണുന്നു എന്നുള്ളത്. ഭയങ്കര സങ്കടമായിപ്പോയി എനിക്ക് സുഖമായിട്ട്. ഈശ്വര, 6 ദിവസം നമ്മുടെ കുഞ്ഞിനെ നമ്മളെ കൂടെ കൊണ്ടുവരാതെ അവനോട് ഒറ്റയ്ക്ക്. അങ്ങനെ രാത്രിയായപ്പോൾ ഒരു ഫോണ് സിദ്ധാർത്ഥന്. സേഫല്ലേ ചോദിച്ചോളൂ. സിദ്ധാർത്ഥൻ, ഞാൻ സേഫാണ്, ഒരു കുഴപ്പമില്ല, വളരെ സേഫാ. സുകുമാരൻ എന്ന് പറയുന്ന ഒരു അത്താണിയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ജീവിതത്തിൻ്റെ രീതി മാറി. അത് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിൻ്റെ ശക്തിയോ അതെനിക്കറിയില്ല. നമ്മൾ ഈ പറഞ്ഞതിലോട്ട് പല കാര്യങ്ങൾ, പല മേഖലകൾ, അതായത് രാഷ്ട്രീയം, സിനിമ, ഇങ്ങനെ പലതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുക. അല്ലെങ്കിൽ ഓരോരുത്തരോരുത്തരും ഓരോ ചോദ്യങ്ങൾ, ചേച്ചി അടുത്ത പ്രാവശ്യം അത് പറയുമ്പോൾ ചേച്ചി ഇത് പറയണേ അത് പറയണേ എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. പക്ഷേ എങ്ങനെ ചേച്ചി ഈ സുഖോട്ടനും മക്കളുമായിട്ടൊക്കെയുള്ള അതെല്ലാം ഞാൻ അതിൻ്റെ തുടക്കമെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് ഞങ്ങൾ എങ്ങനെയാണ് എൻ്റെ ഈ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞുങ്ങൾ ഇതുവരെ എത്തിയത് എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ ഏകദേശമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് അദ്ദേഹമായിട്ട് വിവാഹം കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച ആരും അറിഞ്ഞില്ല കല്യാണം കഴിഞ്ഞത്. കാരണം അത് സിനിമയിൽ അന്ന് ഈ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വളരെ ഗൗരവത്തിൽ വളരെ കുറച്ച് സംസാരിക്കുന്ന ഒരാളാണ്. ഇപ്പം പൃഥ്വിരാജിൻ്റെ കാര്യം പറയുന്ന പോലെ. അപ്പോൾ അങ്ങനെ എൻ്റെ വീട്ടുകാരും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും ഒക്കെ സഹകരിച്ചിട്ട് തന്നെ എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു ചടങ്ങ്, ഒരു 10-50 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അത് നടന്നു കഴിഞ്ഞിട്ട് 2-3 ആഴ്ച ആരോടും പറയാതെ അങ്ങനെ നടന്നു. അത് കഴിഞ്ഞിട്ട് കണ്ണൂർ വെച്ചിട്ട് ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ശാരദ ചേച്ചിയായിട്ട്. അത് ഞാൻ പറഞ്ഞതാണ്. അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് അദ്ദേഹം പരസ്യം. അപ്പോൾ അതിന് മുമ്പ് പലരും ചോദിച്ചു, ഇങ്ങനെ കേൾക്കുന്നല്ലോ എന്നൊക്കെ ചോദിച്ചു. ചുമ്മാ എനിക്ക് വേറെ വല്ല നിങ്ങൾ ജോലി ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹം കുഴപ്പി. കണ്ണൂർ വെച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് കല്യാണം. അപ്പോൾ എന്നെ കൊണ്ടുപോയി അവിടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം അന്നും ഇന്നും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് 3-ൻ്റെ അന്ന് ഒന്നില്ലേ പെണ്ണിൻ്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ചെറുക്കൻ്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ചെറുക്കനോ 2 ടിക്കറ്റ് എടുക്കും, പ്ലെയിനിൽ കയറി ഒരു ഹണിമൂൺ ട്രിപ്പ് വിദേശത്തൊക്കെ കറങ്ങി വെച്ച് വരും. നമുക്കൊക്കെ അന്ന് അങ്ങനെ ഒരു ഹണിമൂൺ എന്ന് പറയുന്ന സംഭവം വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ല. ഒരു യാത്ര പോവുക എന്നുള്ളതല്ലാതെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഊട്ടിയിൽ പിന്നെ വീട് വാങ്ങിക്കാനുള്ള കാര്യവും ഞങ്ങളുടെ ആദ്യത്തെ യാത്രയാണ്. അങ്ങനെ ഊട്ടി പോന്നു എല്ലാവരും കൂടെ. ഞാനും സുഖമായിട്ടരും, കാറുണ്ട്, ഡ്രൈവറുണ്ട്. ഊട്ടി പോയി. അവിടെ എന്തായിരുന്നു അതിൻ്റെ പേര്, ബ്ലൂ ഹിൽസ് എന്ന് പറഞ്ഞ പലർക്കും അറിയാം കേട്ടോ, പല സിനിമാക്കാർക്കും അറിയാം. നാരായണൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഇപ്പോൾ എവിടെ, അത് സത്യം പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിന് പിന്നെ എന്നെ കേട്ടറിഞ്ഞിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ പിന്നെയും ഒരുപാട് സിനിമാ പ്രൊഡക്ഷൻകാർ അന്ന് അങ്ങനെയൊക്കെയുള്ള ചെറിയ സ്ഥലങ്ങളേ ഉള്ളൂ. കുണ്ണൂർ ക്ലബ്ബ്, ഇവിടെ ഈ ബ്ലൂ ഹിൽസ്, പിന്നെ ദാസപ്രകാശ് 2ാമത്തെ പ്രാവശ്യം പോകുമ്പോഴേ കണ്ടത്. അപ്പോൾ അങ്ങനെ ചെറിയ ഹോട്ടലുകൾ ഇപ്പോൾ ഒരുപാടായിപ്പോയി. അപ്പോൾ അന്നങ്ങനെ പോയിട്ട് അവിടെ ഒരു 2-3 ദിവസമൊക്കെ ഊട്ടിയൊക്കെ കണ്ടു. ഞാനെങ്ങാണ്ട് പണ്ട് എന്തോ ഒരു എക്സ്കർഷൻ എവിടെയോ പോയപ്പം അങ്ങനെ. അപ്പോൾ അതൊന്നും എനിക്ക് വലിയ ഓർമ്മയില്ല. ഇതിപ്പോൾ പോയി എല്ലായിടമൊക്കെ കണ്ടു, ഫോട്ടോയൊക്കെ എടുത്ത് വലിയ സന്തോഷമായിട്ട്. ഇതാണ് ഞങ്ങളുടെ ഹണിമൂൺ യാത്ര എന്ന് പറയണമെങ്കിൽ വേണേൽ അതിനെ പറയാം. കാരണം ഈ കല്യാണം കഴിഞ്ഞ് ആദ്യം പോകുന്നതിനാണല്ലോ ഈ പേര്. അത് ഈ യാത്രയെല്ലാം കഴിഞ്ഞ് അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവിടെയാണ് ഞാൻ സുകുമാരൻ എന്ന വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ദീർഘവീക്ഷണം എന്തുമാത്രം ഉണ്ട്, ജീവിതം എങ്ങനെ അദ്ദേഹം കാണുന്നു എന്നുള്ളത്. അപ്പോൾ മുതൽ സുഖൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മദ്രാസിലൊരു വീട് വാങ്ങിക്കണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വീട് അന്വേഷിച്ച് നടക്കുന്നു. അന്ന് KK നഗറിലൊരു വാടക വീട്ടിലാണ് താമസം, ഒരു ഫ്ലാറ്റിൽ നടക്കുന്നു. അപ്പോഴാണ് അശോക് നഗർ പില്ലറിൻ്റെ അടുത്ത് വെസ്റ്റ് മാമ്പലത്തേക്ക് പോകുന്ന റോഡിൽ അവിടുത്തെ ഒരു സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു ലീഗൽ അഡ്വൈസറായിരുന്നു, ഒരു അഡ്വക്കേറ്റ്. അദ്ദേഹത്തിൻ്റെ വീട് കൊടുക്കുക. വളരെ വലിയ വീടാണ്. സത്യം പറയണേ അന്ന് ഞങ്ങൾക്ക് അത്ര വലിയ വീടിൻ്റെ ആവശ്യമില്ല. ഒരു 3 നിലയിലായിട്ടാണ് ആ വീട്. പക്ഷേ നിങ്ങളൊക്കെ കേട്ടാൽ ഞെട്ടിപ്പോകും. അന്നത്തെ വിലയൊക്കെ അറിയാമല്ലോ. ഇന്നൊക്കെ ആ വീടിന് കോടികളുടെ കണക്ക് പറയേണ്ടി വരും. അന്ന് വെറും തുച്ഛം പൈസയ്ക്കാണ് അത് കിട്ടിയത്.
അപ്പോൾ സുഖേട്ടനും പറഞ്ഞു, അത് കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം, നാട്ടിൽ നിൽക്കാം, പലതും ചെയ്യാം, അത് 3 നിലയാണെങ്കിൽ 3ആയിട്ട് വാടകയ്ക്ക് കൊടുത്താൽ അതൊരു ഇൻകമല്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ആദ്യത്തെ വീടെന്ന് പറയുന്നത് നമ്പർ 24 രാം കോളനി, വെസ്റ്റ് മാമ്പലം, ചെന്നൈ. ഇതാണ് ആദ്യമായിട്ട് സുഖേട്ടൻ വാങ്ങിക്കുന്ന വീട്. 3 നിലയിൽ ഒരു 10,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പോൾ അന്ന് ഇതുപോലെ ഈ വീടൊക്കെ വാങ്ങിച്ച് അങ്ങോട്ടൊക്കെ പൊറുതിയായി കഴിഞ്ഞു. അപ്പോൾ അന്ന് അത് കഴിഞ്ഞ് അപ്പോൾ ഈ വീട് വാങ്ങിക്കുന്ന സമയത്ത് ഇന്ദ്രൻ കൊച്ചു കുട്ടിയാണ്, കാരണം ഏതാണ്ട് 1 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അതിങ്ങനെ നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രഗത്ഭനും പ്രശസ്തനുമായ പ്രൊഡക്ഷൻ കൺട്രോളർ സിദ്ധു പനയ്ക്കൽ, ആൽവിൻ ആൻ്റണി വലിയ നിർമ്മാതാവാണ്. ഇവരൊക്കെ ആ വീട്ടിലാണ് ആദ്യമായിട്ട് വരുന്നതും ഞങ്ങളോടൊപ്പം കഴിയുന്നതുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുന്നു. കുറച്ച് കഴിഞ്ഞ് ഒരു 1-2 വർഷമെല്ലാം കഴിഞ്ഞ് ഇന്ദ്രൻ ഏതാണ്ട് ഒരു 3 വയസ്സാവാറായി. അപ്പോഴാണ് പൃഥ്വിരാജിൻ്റെ ജനനം. അങ്ങനെ ഞാനും സുഖേട്ടനും ഞങ്ങളുടെ മക്കളും വളരെ സുഖമായിട്ട് ആ വീട്ടിലിങ്ങനെ താമസിക്കുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ സ്കൂളിലൊക്കെ ചേർക്കേണ്ട സമയമായി. അപ്പോൾ ഇങ്ങനെ ഊട്ടി പോയ സമയത്ത് പല ആൾക്കാരും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, അവിടെ സെൻറ്റ് ജോസഫ് ഇത് പറഞ്ഞിട്ട് കൂണൂരിലൊരു സ്കൂളുണ്ട്, നല്ല സ്കൂളാണ്. അവിടെ ഈ പറഞ്ഞിട്ട് എന്താണ് അവർ ഒരു വലിയ വാർഡനുണ്ടായിരുന്നല്ലോ മോൻ്റെ, എനിക്ക് എൻ്റെ പേര് ഓർമ്മയുണ്ട്, കുറച്ച് കഴിയുമ്പോൾ പെട്രീഷ്യൻ ബ്രദേഴ്സിൻ്റെ അവരുടെ പേര് വേറെ എന്തോന്നും ആയിരുന്നു. അപ്പോൾ അത് ഈ അവിടെ ചെന്ന് ഞങ്ങൾ കാണും. അപ്പോൾ ആദ്യമേ തന്നെ ഈ അമ്മ ഓടി ഇങ്ങോട്ട് വന്നു, സിസ്റ്റർ ഓടി ഇങ്ങോട്ട് വന്നു വെച്ച് പറഞ്ഞു, ഇന്ദ്രനെയാണ് ചേർക്കാൻ പോയത്. എത്ര ദിവസം കൊണ്ട് കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചിവിടെ വെച്ചിരിക്കുന്നു, മോൻ വരാത്തോണ്ടത്തൊന്നും എടുത്തേ ഇല്ല. അപ്പോൾ ഇന്ദ്രൻ സ്കൂളിലാണ് ചെല്ലുന്നത് എന്നുള്ളത് ഇന്ദ്രന് മറന്നുപോയി. വളരെ ഉത്സാഹമായിട്ട് ഞങ്ങളോട് വേഗം ടാറ്റയൊക്കെ പറഞ്ഞേച്ച് കയറി അങ്ങ് പോയി അവൻ ആ ടോയ്സൊക്കെ കിടക്കുന്ന റൂമിലേക്ക്. അങ്ങനെ ചേർത്ത് തിരിച്ചു വരുന്നു. രാജു കൈക്കുഞ്ഞാണ്, കൊച്ചുകുട്ടി. അങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കുക ഇന്ദ്രൻ. പക്ഷേ അതിന് പിന്നീടൊരു മാറ്റം വന്നത്, ഞങ്ങൾ ഇരകൾ സിനിമ എടുക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. കാരണം ഞാനും സുഖേട്ടൻ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇടയ്ക്ക് പ്രൊഡക്ഷൻ കൺട്രോളറുടെ ജോലി കൂടെ ചെയ്ത് ഞാൻ സുഖേട്ടൻ്റെ കൂടെ മുണ്ടക്കയത്ത്, ഇവർ മദ്രാസിലേക്കാണ് ഈ എഴുത്തുകളൊക്കെ അയക്കുന്നത്. അപ്പോൾ അന്ന് ഇതുപോലെ മൊബൈലിൽ വിളിച്ച് കത്ത് വന്നെന്ന് പറയാനുള്ള സംവിധാനമൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് ഈ കത്ത് വരുന്നത് സൂക്ഷിച്ച് വെക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ട്രേ കൊടുക്കും. അവിടെ ജോലിക്ക് നിന്നവരും സെക്യൂരിറ്റി എല്ലാം കൂടെ അതിനകത്തൊക്കെ ഇട്ട് വരും. പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു അവധി വന്നു, ഒരു 9 ദിവസമോ 8 ദിവസമോ കണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് കൂടുതൽ അവധി ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ പോവുകയാണ്, വേണമെങ്കിൽ ഇന്ദ്രത്തിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകാം എന്നുള്ളൊരു അറിയിപ്പായിരുന്നത്. പക്ഷേ ഞങ്ങൾ ഇത് അവിടുന്ന് മദ്രാസിൽ ഇതെല്ലാം കൂടെ കവറിലിട്ട് കൊണ്ട് പിന്നെ 3 ദിവസമേ ബാക്കിയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അവിടുന്ന് വിളിച്ച് ചോദിച്ചപ്പോഴാണ് 6 ദിവസമായിട്ട് ആകെ 3 കുട്ടികളെ ആ ഹോസ്റ്റലിലുള്ളൂ. ഇന്ദ്രജിത്ത്. അപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി എനിക്ക്. സുഖമുണ്ട് ഈശ്വര, 6 ദിവസം നമ്മുടെ കുഞ്ഞിനെ നമ്മളെ കൂടെ കൊണ്ടുവരാതെ അവരവിടെ ഒറ്റയ്ക്ക്, എല്ലാവരും ബാക്കി കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം നോക്കാൻ അവിടെ ആൾക്കാരുണ്ട്, എന്നാലും നമുക്കൊരു വിഷമമുണ്ടല്ലോ. അവൻ്റെ കൂട്ടുകാരൊക്കെ പോയപ്പോഴും അവനെ വിളിക്കാൻ പോകാൻ പറ്റിയില്ല എന്നുള്ള ഒരു സങ്കടം അന്നുണ്ടായിരുന്നു. അന്ന് തീരുമാനിച്ചു ഇനി ഹോസ്റ്റലിൽ നിർത്തുന്നില്ല. അങ്ങനെ ഇന്ദ്രനെ കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ദ്രജിത്ത് ഷ്രൈൻ വേളാങ്കണ്ണി സ്കൂളിൽ ടി നഗറിൽ, അപ്പോഴത്തേക്ക് രാജുവും ഒരു നഴ്സറി പോകാനൊക്കെയുള്ളൊരു പരുവമൊക്കെ ആയി. 2 പേരും പിന്നെ അവിടെയാണ് പഠിച്ചതുമൊക്കെ. അത് കഴിഞ്ഞാണ് ഏതാണ്ട് ഇന്ദ്രൻ്റെ ഒരു 6ൽ ഒക്കെ ചേരാറായി കഴിഞ്ഞപ്പം, 6ലോ 5ലോ ആണ്. അപ്പോഴത്തേക്ക് ട്രിവാൻഡ്രത്ത് വന്നു. 1 വർഷമോ 2 വർഷം ട്രിവാൻഡ്രത്ത് പഠിച്ചു. ഇതാണ് ഇവിടെ നമ്മുടെ സെൻറ്റ് മേരീസ് സ്കൂള് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്നു, അവിടെ പഠിച്ചു. NSS സ്കൂളിൽ 1 വർഷം. അപ്പോൾ ഇങ്ങനെയൊക്കെ പഠിച്ച് ഏതാണ്ടൊക്കെ ഒരു ബേസിക്സൊക്കെ പൂർത്തിയായി ഒക്കെ വന്നപ്പോഴാണ് സൈനിക സ്കൂളിൽ ഇങ്ങനെ 6ലും 9ലും അഡ്മിഷൻ ഉണ്ടെന്ന് കേട്ടത്. അപ്പോൾ അത് കേൾക്കാത്ത താമസം സുഖമുണ്ട്. പണ്ടേ സൈനിക സ്കൂളാണ്, എൻ്റെ കസിൻസൊക്കെ കുറച്ച് പേര് സൈനിക സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലിയ കാര്യമാണ്, അവിടെ കൊണ്ട് ചേർത്തു. അപ്പോൾ അവിടുന്ന് പിന്നെ അങ്ങനെ തുടങ്ങിയ സുകുമാരൻ, മല്ലിക, ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ്, ഞങ്ങളുടെ ഈ ജീവിതം എന്ന് പറയുന്നത് അവിടെ മുതലാണ് പിന്നെ അങ്ങോട്ട് ഒരു രൂപപ്പെടുത്തിയെടുക്കാൻ സുഖേട്ടൻ കൂടുതൽ മുൻകൈ എടുത്തത്. അതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് വീട് വാങ്ങിക്കുന്നു. ആ വീട്ടിലേക്കാണ് ഞങ്ങൾ മദ്രാസിൽ നിന്ന് മാറി വരുന്നത്. അത് നല്ല രസമാണ്. നമ്മുടെ സിദ്ധു പനയ്ക്കൽ എന്ന സിദ്ധാർത്ഥനോട് ചോദിച്ചാലറിയാം, 2-3 പട്ടികൾ. അച്ഛനും മക്കൾക്കും ഈ വീട്ടിൽ പട്ടികളെ വളർത്താൻ വലിയ കാര്യം. ഇപ്പോഴും ഉണ്ട്, ഇന്ദ്രനും ഉണ്ട്, രാജുവിനും ഉണ്ട് ആ സൂക്കേട്. അപ്പോൾ അത് ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് 2 ലോറിയിൽ തിരുവനന്തപുരത്ത് വന്നിറങ്ങി. വലിയ രസകരമായൊരു കഥയുണ്ട്. അന്ന് രാത്രി സിദ്ധാർത്ഥൻ അറിയത്തില്ല ബാലേന്ദ്ര മേനോൻ്റെ സേഫ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടെന്ന്.
ഒരു സേഫ് എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിബ്യൂഷൻ പ്രൊഡക്ഷൻ കമ്പനി എന്തൊക്കെയുണ്ട്. അത് സാർ ഇവിടെ സുഖമായിട്ട് എത്തി സാർ, ഞങ്ങൾ നാളെ രാവിലെ ഇവിടുന്ന് കാറിൽ തിരിക്കുമെന്ന് സുഖമായിട്ട് പറയുന്നു. അങ്ങനെ രാത്രിയായപ്പോൾ ഒരു ഫോണ് സിദ്ധാർത്ഥന്, സേഫല്ലേ ചോദിച്ചോട്ടെ. അപ്പോൾ സിദ്ധാർത്ഥൻ, സേഫാണ്, ഒരു കുഴപ്പമില്ല, വളരെ സേഫാ, സുഖമായിട്ട് എത്തി എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് വിളിച്ചവരും മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സിദ്ധാർത്ഥ അറിയുന്നത് സേഫ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടെന്നും ആ ഓഫീസിലേക്ക് ബാലേന്ദ്രമേനോൻ സാറിനെ അന്വേഷിച്ചാണ് വിളിച്ചതെന്നൊക്കെ അറിയാം. അത് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് കാലം ചിരിക്കാറുണ്ടായിരുന്നു. ഏതായാലും അവിടെ തുടങ്ങിയ ജീവിതം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പിന്നീട് അങ്ങോട്ട് തിരുവനന്തപുരത്ത് വീടായി. ഊട്ടിയിൽ ഈ പറഞ്ഞ ഊട്ടി വലിയ ഇഷ്ടമുള്ളൊരു സ്ഥലമായതുകൊണ്ട് അദ്ദേഹം എൻ്റെ പേരിൽ അവിടെ ഒരു വീട് വാങ്ങിച്ചു. ദാസപ്രകാശിൻ്റെ ഒരു പകുതി സ്ഥലം കൊടുത്തിട്ട് ഹൈ പോയിൻ്റ് അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് അവിടെ വാങ്ങിച്ചു. പിന്നെ പീരുമേട് അതും ഇതുപോലൊരു കഥയാണ്. ഒരുപാട് പ്രാവശ്യം എൻ്റെ മക്കളുടെ പ്രസവ സമയത്തൊക്കെ ഞങ്ങളുടെ കൂടെ വന്ന് നിന്ന ഒരു അമ്മച്ചിയുണ്ട്, തങ്കമ്മ ഡാനിയൽ എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരത്തി പറഞ്ഞു, സാറേ എനിക്കൊരു ഇച്ചിരി പൈസ വേണമായിരുന്നു, മക്കൾക്കെല്ലാം അത്യാവശ്യം കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തെങ്കിലും. അപ്പോൾ സുഖം എത്ര വേണം അമ്മേ, അങ്ങനെ ഒരുപാട് കടം തരാനൊന്നും എൻ്റെ കയ്യിലില്ല, കുറച്ച് വല്ലതും വേണം ഞാൻ സഹായിക്കാതെ. അല്ല സാർ, അതാണ് ഞാൻ പറയാൻ വരുന്നത്, എൻ്റെ ഒരു സ്ഥലം വിൽക്കാൻ കിടപ്പുണ്ട്, 9 സെൻറ്റ് സ്ഥലമുണ്ട്, സാർ അതങ്ങ് അമ്മയുടെ പേർക്കോ വല്ല വാങ്ങിച്ചിട്ട് അതിന് നാട്ടുനടപ്പനുസരിച്ചിട്ടുള്ള വില തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പീരുമേട് കുട്ടിക്കാനം ജംഗ്ഷനിൽ ഒരു 9 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുന്നത്. അതുപോലെ വാങ്ങിച്ചൊരു സ്ഥലമാണ് നിലമേൽ. നമ്മുടെ സംവിധായകൻ സാജനെ എല്ലാവർക്കും അറിയാം, ചക്കരയുമ്മ, ഒരുപാട് വലിയ ഹിറ്റ് പടങ്ങളെടുത്ത സംവിധായകനാണ് സാജൻ. ഇതുപോലെ തന്നെ എങ്ങോട്ടോ മാറിപ്പോകുന്നു. അപ്പോൾ ജംഗ്ഷനിൽ കുറച്ച് സ്ഥലം കിടക്കുന്നു, സുഖമായിട്ടാണ് ഞാനത് കൊടുക്കാൻ പോവാം. 2 കാര്യങ്ങളാണ്, അത് കൊടുത്താൽ എനിക്കത് വിറ്റാ കാശുമൊക്കെ ആയിട്ട് ഞാനൊരു സ്വന്തം വീട് പണിഞ്ഞു, അത് തീരാറായി, അങ്ങോട്ടേക്ക് മാറാം. അപ്പോൾ സുഖമായിട്ടപ്പോൾ ഞാൻ കിടക്കട്ടെ അവിടെ. അപ്പോൾ അന്നൊക്കെ എന്ന് വെച്ചാൽ ഈ കൊച്ചു കുട്ടികളായിട്ട് നമുക്കങ്ങനെ വലിയ ചിലവുകളോ ഒന്നുമില്ല. ഞാനും അദ്ദേഹവും അതെ ഈ വലിയ ആർഭാടങ്ങളും ജഹപോഹയൊന്നും കാണിച്ചിട്ട് ഇന്നത്തെ പോലെ അങ്ങനെ ചിലവുകളുമില്ല. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് തൊട്ടപ്പുറത്ത് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചു പിന്നീട് നിലമേൽ. അപ്പോൾ ഊട്ടിയായി, പീരുമേടായി, നിലമേലായി. അപ്പോഴാണ് എൻ്റെ അമ്മാവൻ്റെ മകൻ കാന്തല്ലൂർ കുറച്ച് സ്ഥലം ഈ പറഞ്ഞതിൻ്റെ വിട്ട അത് പാവം പുള്ളിയിപ്പം ഇല്ല, മരിച്ചുപോയി. പക്ഷേ അത് വെറുതെ ആവശ്യമില്ലാതെ വിളിച്ചു വരുത്തിയ ഒരു അസുഖങ്ങളും ഒരു അറ്റാക്കിലാണ് മരിക്കുന്നത്. കൊച്ചുപയ്യനെ വളരെ ഞാൻ എടുത്തുകൊണ്ടതൊരു കുഞ്ഞാണ്, ചെറുപ്പത്തിലേ മരിച്ചു. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു കുറച്ചൊരു പൈസ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കിയൊക്കെ അസുഖമായിട്ട്. അവിടെ നിന്നും വലിയ വിലയില്ല, കാന്തല്ലൂർ അങ്ങ് മുകളിലാണ്. അത് കുറച്ച് ഒരു 1-2 വർഷം കഴിഞ്ഞിട്ടായി, പീരുമേട് കഴിഞ്ഞിട്ട്. ഇങ്ങനെ അതും വാങ്ങി, സ്ഥലങ്ങളും അതും ഇതൊക്കെ വാങ്ങിച്ചിട്ടു. അന്നൊക്കെ ഞാൻ ചെറുപ്പമല്ലേ, ഇടയ്ക്കൊന്ന് പോവും, കുട്ടിക്കാലത്ത് പോവും, വരും, മൂന്നാറിലത് പോവും, വരും. ഇതിങ്ങനെ പോയി മക്കളൊക്കെ കൂടെ സിനിമയിലുമൊക്കെ കയറി അങ്ങ് തിരക്കായപ്പോൾ ഇവിടെ ഒന്നും പോകാനുള്ള എൻ്റെ ഒരു ആരോഗ്യം, എനിക്കിപ്പോൾ എപ്പോഴും അങ്ങ് മൂന്നാറിൽ പോകാൻ പറ്റുമോ? ഇപ്പം പിന്നെ തീരെ പറ്റത്തില്ല, ഞാൻ പോകത്തുമില്ല. അപ്പോൾ അത് കാരണം അതിങ്ങനെ അവിടെ കിടക്കുക ഓരോന്ന്. അത് മൂന്നാർ കാന്തല്ലൂരൊക്കെയുള്ള സ്ഥലം നല്ല സ്ഥലമായിരുന്നു. ഒരുപാട് പ്ലംസും ഓറഞ്ചും ഇങ്ങനെയൊക്കെയുള്ള ഇത്, ക്യാബേജ്, ഇതൊക്കെ ഒരുപാടുണ്ടാവും അവിടെ. ഏതായാലും അങ്ങനെ വീടുകളായി, പുരയിടങ്ങളായി. അദ്ദേഹം നേടിത്തന്ന ആ ഒരു സ്വത്ത് കയ്യിലുള്ള ഒരു എന്താ പറയുക, ഒരു നമുക്കൊരു സുരക്ഷിതത്വം ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും അതെല്ലാം അദ്ദേഹത്തിൻ്റെ പരിശ്രമം കൊണ്ട് നേടിയതാണ്. അതൊക്കെ കൈ വെച്ചുകൊണ്ട് തന്നെ വലുതായിട്ട് നഷ്ടപ്പെടാത്ത രീതിയിൽ ഒന്ന് കൊടുക്കുമ്പം ഞാൻ ഇപ്പുറത്ത് വേറൊന്ന് വാങ്ങിക്കും. അങ്ങനെ അവിടെ ഒന്ന് കൊടുത്താൽ ഇവിടെ വേറൊരു ഫ്ലാറ്റ് വാങ്ങിക്കും. അങ്ങനെ തന്നെയാണ് മദ്രാസിലെ വീട് കൊടുത്തപ്പോഴും ഞാനിവിടെ എറണാകുളത്ത് വാട്ടർസ്കേപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലാറ്റിൽ അവിടുത്തെ ഒരു പെൻറ്റ് ഹൗസ് ഞാൻ വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇടയ്ക്ക് വേറൊരെണ്ണം വാങ്ങിച്ചായിരുന്നു ആലുവയിൽ, അത് പിന്നെ അങ്ങ് കൊടുത്തു. ഓരോ പുരയിടവും നമുക്ക് ചെന്നെത്താൻ പറ്റാത്ത സ്ഥലത്ത് ഉള്ള ഇപ്പോഴെൻ്റെ മനസ്സിലേക്ക് എൻ്റെ സുഖം വാങ്ങിച്ചതെന്നല്ല, അതിന് പകരം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്നത് വാങ്ങി എന്നല്ലാതെ ഒന്നും അങ്ങനെ കാശായിട്ട് കളഞ്ഞ് ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം തന്ന ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സംഭവം ഇതാണ്. കാരണം ആരെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടും എനിക്ക് അദ്ദേഹം ഉണ്ടാക്കി തന്നതെന്നുള്ളതാണ്. അതെല്ലാം ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ എറണാകുളത്തെ വീട് കിടപ്പുണ്ട്, തിരുവനന്തപുരത്ത് വേറൊരു വീട് ഞങ്ങൾ വെച്ചു. അതാദ്യം ഞങ്ങൾ വാങ്ങിച്ചു. ആ വാങ്ങിച്ച വീട് കൊടുത്തിട്ട് ഇപ്പുറത്തോട്ട് മാറ്റി കുറച്ചുകൂടെ ഒരു പുതിയ രീതിയിലൊരു വീട് വെച്ചു. ആർക്കിടെക്റ്റ് മഹേഷ് സാറായിരുന്നു അന്ന് അതിൻ്റെ ഒരു ആർക്കിടെക്റ്റായിട്ട് നിന്നത്.
അത് വെച്ചു. തിരുവനന്തപുരത്തുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ അപ്പോൾ എല്ലാം ആയി ഒക്കെ കഴിഞ്ഞു. ഇനി അത്യാവശ്യം പിള്ളേർക്ക് 2 മക്കളല്ലേ ഉള്ളൂ എന്നുള്ള ഒരു നിലപാട്. ഇപ്പോൾ ഈ സ്ഥലം വാങ്ങിയിട്ട് പിന്നെ നമ്മളങ്ങ് നിർത്തി. ഇനി എൻ്റെ മക്കൾ വാങ്ങിക്കിട്ടുന്നത്, പിള്ളേർ അവരുടെ മക്കൾക്കൊക്കെ എല്ലാം ഉണ്ടാകുക. അപ്പോൾ ഞാൻ പറയുന്നത് അതാണ്. കാരണം ഒരു ജീവിതം എവിടെ തുടങ്ങി എങ്ങനെയൊക്കെയോ എവിടെല്ലാമോ സഞ്ചരിച്ച് സുകുമാരൻ എന്ന് പറയുന്ന ഒരു അത്താണിയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ജീവിതത്തിൻ്റെ രീതി മാറി. ഞാൻ സാമ്പത്തികമായിട്ട് വിഷമിച്ചിട്ടില്ല, മാനസികമായിട്ട് എനിക്കൊരു ടെൻഷനും അദ്ദേഹം തന്നിട്ടില്ല. വളരെ സുന്ദരമായിട്ട് ഒരു രാജകുമാരിയെ പോലെ ഉള്ളം കയ്യിൽ വെച്ച് കൊണ്ട് നടന്നു. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ചോദിക്കുന്നത്, പറയുമ്പോൾ ഒരു ദിവസം ഒരു കാര്യം പറയുമ്പോൾ അറിയാതെ സുഖമായിട്ടിരുന്ന് വന്നു പോകുന്നതിൻ്റെ കാര്യം അതുകൊണ്ടാണ്. കാരണം ആ പേര് വരും. എന്തിനെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോഴും സുകുമാരൻ എന്നുള്ള വ്യക്തി അറിയാതെ അവിടെ കടന്നു കയറും. അത് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിൻ്റെ ശക്തിയോ അതെനിക്കറിയില്ല. അതൊക്കെ വിവരമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണം. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ മക്കളുടെ അച്ഛൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ ഒരു സാന്നിധ്യം പോലെ തന്നെ ഇന്നും ഉണ്ട് എന്ന് വീട്ടിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനിതൊക്കെ പറയാൻ കാര്യം, ഇത്രയൊക്കെ ഉള്ളു ജീവിതം. നമ്മൾ ഒരിക്കലും ഒരു ഘട്ടത്തിൽ എല്ലാം പോയി, സുഖമായിട്ടൊരു പോയി, ഇനി എന്താണെന്ന് വെച്ചാൽ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വിചാരിക്കരുത്. മക്കളോടൊരമ്മയ്ക്ക് കടപ്പാടുണ്ട്, സമൂഹത്തിനോട് കടപ്പാടുണ്ട്, നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവരോട് കടപ്പാടുണ്ട്. അതിനൊക്കെയുള്ള ബലം ഈശ്വരനോട് പ്രാർത്ഥിച്ച് സ്വയം സമ്പാദിച്ചെടുക്കുക, അത് വെച്ച് മുന്നോട്ട് പോവുക. അതൊരു മാതൃകയാക്കി ആ ഒരു പാറ്റേണിൽ അങ്ങ് പോവുകയാണെങ്കിൽ അമ്മമാർക്കും സമാധാനം, മക്കൾക്കും സന്തോഷം. ശരിയല്ലേ ഞാൻ പറയുന്നത്?